ചേട്ടാ, നമുക്കൊക്കെ ഏറ്റവും വലിയൊരു വിഷമം വന്നൊരു വാർത്തയാണ് കോന്നി വന്നു നിന്ന കോടനാട് നീലകണ്ഠൻ്റെ മരണം. ഈ കോടനാട് നീലകണ്ഠൻ്റെ കാര്യങ്ങളെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? സംസാരിക്കാം. കോടനാട് നീലകണ്ഠൻ 2021 ഇവിടെ വരുന്നത്. അന്ന് ബിജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. ആന ഇവിടെ വന്നതിൻ്റെ അന്ന് തൊട്ട് ഞാനും ആ പുള്ളിയും കൂടെ ആയിരുന്നു അതിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് 2 വർഷം മതപ്പാട് കഴിഞ്ഞു. മതപ്പാടി മാത്രം ആന ഇച്ചിരി ഇതായിരുന്നു. അത് കഴിഞ്ഞാൽ ആനയെ കൊണ്ട് നടക്കുക 2 പേർക്ക് ചട്ടമുള്ള ആനയെ 2 പേർ കഴിച്ച് കൈകാര്യം ചെയ്യാം, എല്ലാം അറിയാവുന്ന ആനയായിരുന്നു. ഏറ്റവും ഭംഗിയും പിന്നെ നടക്കൊരു ചെറിയൊരു കംപ്ലൈൻറ്റ്, അത് അവിടുന്ന് വരുമ്പോഴേ ഉള്ളത്, ഇവിടെ വന്നപ്പോഴല്ല അവിടുന്ന് വരുമ്പോഴുള്ളതായിരുന്നു. ഈ വലത്തെ നടക്കുക വലത്തെ നടക്കുക അത് തിരിഞ്ഞിരിക്കുമായിരുന്നു. അവിടുന്ന് വന്നപ്പോൾ കുറച്ച് നമ്മൾ നടത്തി കഴിയുമ്പോൾ ആ നടക്കൊരു വലിഞ്ഞ് നടക്കത്തുള്ളൂ, ഒരു മുടന്തുണ്ടായിരുന്നു. ഈ നടയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണോ അവരവിടുന്ന് ആന ഇങ്ങോട്ടേക്ക് വിടാനുള്ള അതായിരിക്കണം കാരണം. കാട്ടാനെ പിടിക്കാൻ പോകുന്നുള്ള ബുദ്ധിമുട്ട്, ഓടിക്കാൻ പോകുന്നുള്ള നടയുടെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അത്. ആന നീരിൽ എന്തായിരുന്നു ആനയുടെ സ്വഭാവം? നീര് ചട്ടക്കാരെ അടുപ്പിക്കത്തില്ല, കൈക്ക് വാരുക, ചങ്ങല പറിക്കാൻ തുടങ്ങും, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. നമ്മൾ ദൂരെ നിന്ന് തീറ്റി കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ പറ്റത്തുള്ളായിരുന്നു. ശരി. അഴിക്കാറാവുമ്പോൾ എങ്ങനെയാ? എന്നാലും കുഴപ്പമില്ല, നമ്മളെ വിളിച്ച് ആനയെ പോയി അഴിക്കാം. ആന വിളിക്കും നമ്മളെ, നമ്മളോട് പറയും അഴിക്കാൻ സമയമായി എന്ന് പറയും. അപ്പോൾ അതിനെ ആനയെ അടിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ ആനയെ അഴിച്ചുകൊണ്ട് പോരാൻ പറ്റും. അത് ഏത് ആനക്കാർക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഏത് ആനക്കാരുടെ കൂടെ നിന്ന് ആനക്കാരൊക്കെ അങ്ങനെ ആയിരുന്നു. ശരി. ഈ പ്രാവശ്യം ലാസ്റ്റ് നമ്മൾ ഈ കഴിഞ്ഞ നീര് എത്ര മാസം നിന്നാന? ആന 3 മാസം, ഒരു 8-ാം മാസം കെട്ടുന്നു, 10-ാം മാസം ആനയ്ക്ക് ഒലിക്കാൻ തുടങ്ങി. ശരി. അപ്പോൾ 2 ബീച്ചേട്ടൻ അങ്ങ് പോയായിരുന്നു. പോയി കഴിഞ്ഞ് പുള്ളി കെട്ടി ഒരു 2 മാസം 2.5 മാസം കഴിഞ്ഞ് ആനയ്ക്ക് ഒലിക്കുന്നത്. 8-ാം മാസം കെട്ടിയിട്ട് ഒലിച്ചത് ആനയ്ക്ക് 10-ാം മാസമായിരുന്നു. ശരി. അത് പിന്നെ അങ്ങനെ നിന്ന് അത് കഴിഞ്ഞ് ആനയെ അഴിച്ച് കൈകാര്യം ചെയ്തു. ഞാൻ ഒലിവ് കഴിഞ്ഞ് അഴിച്ച് കൈകാര്യം ചെയ്ത് നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇരണ്ടൊക്കെ. അന്നേരം ആനയ്ക്ക് ഭേദി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇല്ല. ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു ആനയ്ക്ക്? അത് ഈ നീര് സമയം കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പൊക്കെ നീര് സമയത്തല്ലാത്ത സമയത്തെല്ലാം നമ്മൾ ആനയെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ നടത്തുമായിരുന്നല്ലോ. രാവിലെ വൈകിട്ട് നടത്തണമായിരുന്നു, നടത്തുന്നുണ്ടായിരുന്നു. താഴെ കൊണ്ടുപോയി കുളിപ്പിക്കുകയൊക്കെ. താഴെ ഷവറിൻ്റെ അവിടെ ആയിരുന്നു അന്ന്. അതിന് നീലകണ്ഠൻ ആനയെ അവിടെ ആയിരുന്നു കൊണ്ട് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ള തറയിൽ കുളിപ്പിച്ചാൽ നീലകണ്ഠൻ ആന ഷവറിൻ്റെ അവിടെ ആയിരുന്നു കിടത്തി അവിടെ കുളിപ്പിക്കുന്നത്. അത് വെള്ളം കൊടുക്കുന്നതും വൈകിട്ട് കൊണ്ട് അവിടെ ആയിരുന്നു വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നടത്തുന്ന കാര്യം എല്ലാ ദിവസവും ഇങ്ങനെ നടത്തുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നടത്തുന്നില്ലായിരുന്നു. മറ്റുള്ള ആന നടക്കത്തില്ല, കാലിന് നടക്കാൻ ഇതുണ്ടായോണ്ട് പിന്നെ മുടണ്ടാവും. ശരി. അത് ഒത്തിരി നടന്നു കഴിയുമ്പോഴത്തേക്ക് ആനയ്ക്ക് പിന്നെ വലിച്ചു വെച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണല്ലേ. അതുകൊണ്ട് ഒരുപാട് നടത്താനും പറ്റത്തില്ലായിരുന്നു. നമ്മളൊരു 5 റൗണ്ട് 6 റൗണ്ടൊക്കെ ആകുമ്പോൾ അങ്ങ് നിർത്തും. ശരി. പിന്നെ വൈകിട്ടും അതുപോലെ തന്നെ. ഓക്കെ. അതെല്ലാം അറിയാവുന്ന ആന, എല്ലാം പഠിച്ച ആന. തടി പിടിക്കാനും കാലും നമ്മൾ മോളിൽ ഇരുന്നാൽ ആനക്കാരെ കുലുക്കിയിടുമായിട്ട് കാലറിയാവുന്ന ആന, കാലും എല്ലാം ചെയ്യാവുന്ന. താഴെ ആളിലെ മുകളിലായി നല്ല കെട്ടിപ്പഴക്കമുള്ള ഒരു ആന, നല്ല കെട്ടിപ്പഴക്കാരൻ. അവർ അന്ന് ചെയ്തിട്ടുള്ള 2 പേർക്ക് ആന സ്യൂട്ടബിൾ ആയിരുന്നു. ഒരു പ്രശ്നമില്ല. 2 പേർക്കും കൈകാര്യം ചെയ്യുന്ന ആനയായിരുന്നു. ശരി. വെള്ളത്തിലോ നമ്മളെവിടെയെങ്കിലും കിടത്തി അവിടെ പിണങ്ങും, അങ്ങനെയുള്ള യാതൊരു ഇതുമില്ലായിരുന്നു. ശരി. അത് കഴിഞ്ഞ് നീര് കഴിഞ്ഞ് അഴിച്ച് നടത്തിക്കൊണ്ടിരുന്ന് അങ്ങനെ എളുപ്പം ഒരു ഇരണ്ടക്കെട്ട് വന്ന്. അതെനിക്ക് തോന്നുന്നു ഈ വിഷുവിൻ്റെ പിറ്റേ ദിവസം അല്ലേ? പിറ്റേ ദിവസമായിരുന്നു ആനയ്ക്ക് വയറുവേദന. കാരണം അന്ന് ഞാനിവിടെ വരുമ്പം ആനയ്ക്ക് വയറുവേദനയായിട്ട് കിടക്കുകയും എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്നാണ് ഡോക്ടറൊക്കെ വന്ന് നോക്കിയപ്പോൾ കൈയിട്ട് വരണ്ടക്കെട്ട മുൻകെട്ടായിരുന്നു. ശരി. അവർക്ക് ഒരു 16 ദിവസം മൂന്നാല് ഡോക്ടർമാർ ഉദ്യോഗസ്ഥരും അത്രയും ദിവസങ്ങളിൽ അവർ 4 ഡോക്ടർമാരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു. അത് 16 ദിവസം കഴിഞ്ഞ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതുവരെ ഞങ്ങൾ ഡോക്ടർമാരും ഞാനും ഒക്കെ 16 ദിവസവും നമ്മൾ എരണ്ട എടുക്കാനായിട്ട് ശ്രമിച്ചു അല്ലേ? കൈയിട്ട് എരണ്ട എടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. കുറച്ച് എരണ്ടം കിട്ടിയായിരുന്നു. കുറച്ച് എരണ്ടം കിട്ടി. പക്ഷെ അപ്പോഴും നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അത്ര എരണ്ടം കിട്ടുമ്പോഴും ബാക്കി എരണ്ടം പോകുമെന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. കാരണം പിന്നെ കൈ എത്താതെ വന്നു. അങ്ങനെ മരുന്നുള്ളി. ആന എങ്ങനെ ഉണ്ടായിരുന്നു? ആന ആ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ സഹകരിക്കുമായിരുന്നു? അതിനൊക്കെ സഹകരിക്കുമായിരുന്നു. ആന കിടക്കത്തില്ലെന്ന് പിള്ളേർ. അത് അപൂർവം ആനകളെ ഉള്ളൂ ഇരണ്ടക്കെട്ടായി പിന്നെ കിടക്കത്തില്ല, നിൽക്കാനൊക്കെ കിടക്കത്തില്ല. ശരി. ആന വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു? വെള്ളം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കുടിക്കും. പിന്നെ തീറ്റി തിന്നത്തില്ലായിരുന്നു. പിന്നെ അതിന് എല്ലാ ഡോക്ടർമാരും വന്ന് ഇഞ്ചക്ഷൻ അടയ്ക്കുകയൊക്കെ ട്രിപ്പ് ഇടാനൊക്കെ വലിയ പാടായിരുന്നു. കാരണം എപ്പോഴും ഇതായതുകൊണ്ട്. എന്നാലും നമ്മളെല്ലാം അതിൻ്റെ കീഴിലായിരുന്നു, ഡോക്ടർമാരും ഞാനും ഒക്കെ. എപ്പോഴും ആ സമയത്ത് ആന വീണില്ല. എന്തായാലും ഞങ്ങൾ മാറിക്കഴിഞ്ഞാൽ വീഴുന്നു. ട്രിപ്പിട്ടിട്ട് മാറി ഒരു 12:30-1 മണിയായി സമയത്തായിരുന്നു. അപ്പോൾ 2 ഡോക്ടർമാർ അതിൻ്റെ കീഴിൽ, ഞാനും അതിൻ്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് മാറിയപ്പോഴാണ് വെള്ളം ഇത്തിരി ഒഴിപ്പിക്കാൻ മാറിയപ്പോഴാണ് വീഴുന്നത്. അന്നേരം ഞങ്ങൾ മാറിയോണ്ട് ഭാഗ്യമല്ല, ഞങ്ങളുടെ 3 പേരുടെ ഞങ്ങളുടെ മണ്ടയിൽ കൂടെ ആയിരിക്കും. എല്ലാവരും ഉണ്ട്, പക്ഷേ ആനയുടെ കീഴിൽ ഞങ്ങൾ 3-4 പേരെ ഉള്ളായിരുന്നു. ഈ ട്രിപ്പിട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആന വീഴുന്നു. ഒന്ന് വീണിട്ട് ആന കുറച്ച് കഴിഞ്ഞ് ചാടി ഇന്നിച്ചിട്ട് വീണ്ടും നായിരിപ്പിച്ചിട്ട് വീണ്ടും വീഴുമായിരുന്നു. ആന മനസ്സിലായി വീണിട്ട് പിന്നെ ചാടി ഇന്നിച്ചാണ്. മൊത്തത്തിൽ ഇന്നിച്ചില്ല, നായിരിപ്പ്
ശരി. അത് വൈകുന്നേരം എത്ര മണിയായി? വൈകിട്ടല്ല, ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് 2 മണി 3 മണി സമയമാക്കി. അപ്പോഴാണ് ജീവൻ. എത്ര ദിവസം കഴിഞ്ഞു? 16 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസമാണ്. ഏപ്രിൽ 30 അല്ലേ? ഏപ്രിൽ 30. 30/4 ഏപ്രിൽ 30-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലേ? ഉച്ച കഴിഞ്ഞ് 2:30 കഴിഞ്ഞപ്പോൾ. 2:30 കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അത്. കാരണം ആർക്കും അങ്ങോട്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഇതിന് ഇരണ്ടക്കെട്ടായിട്ട് നിൽക്കുന്ന വിവരവും അധികാരം അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ആന ചരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പലരും പറഞ്ഞ് ആനയെ അടിച്ചും തൊഴിച്ചും കൊന്നാണെന്ന് പറയുന്നത്. അതിനോട് എന്തെങ്കിലും ചേട്ടന് പറയാനുണ്ടോ? ഒരിക്കലും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളാരും ആനയെ ഉപദ്രവിച്ചതും അല്ല, ഒന്നുമല്ല. അതുവരെ അതിനെ കൊണ്ട് നിന്ന ഞാനും അങ്ങനെ അടിയോ പിടി അങ്ങനെയുള്ള യാതൊരു ഇതുമില്ലായിരുന്നു. കൊണ്ടുവന്ന് നമ്മുടെ ഈ ആനക്കൂണ്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ ആന വഴിയായത് എങ്ങനെയായിരുന്നു? ഞാൻ കെട്ടിയഴിച്ചല്ല. പൊതുവേ കോന്നി ആണെങ്കിലും വേറെ ഏത് ഫോറസ്റ്റിന്റെ ക്യാമ്പാണെങ്കിലും ആനകളെ കെട്ടിയഴിക്കുന്ന പരിപാടിയില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് കെട്ടിയഴിപ്പ് സർക്കാർ ഫോറസ്റ്റിന്റെ ആനയ്ക്ക് അങ്ങനെ ഇല്ല. കൂടെ വന്ന് നിന്ന് ആനയെ പതിയെ തൻ്റെ ഇതിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ ഉള്ള പഴയ പണ്ടത്തെ താപ്പാന പോലും അങ്ങനെ കെട്ടിയിരിക്കുന്ന രീതി ഇല്ല ഇവിടെ ഇല്ല. കൂടെ നിന്ന് ചിലപ്പോൾ 1 മാസം അല്ലെ 2 മാസമൊക്കെ എടുക്കാം അല്ലേ? അത്ര സമയം എടുത്തിട്ടാണെങ്കിലും ക്ഷമയോടെ നിന്ന് കാര്യങ്ങൾ ഒതുങ്ങി വരുന്ന. ഈ ബീച്ചേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ ഷായിച്ചേട്ടന് ഒതുങ്ങി വന്നായിരുന്നു. ഒതുങ്ങി വന്നതല്ല, ഞാൻ അഴിച്ച് ബീച്ചേട്ടൻ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ അഴിച്ച് കൈകാര്യം ചെയ്യും. 2 പേർക്ക് കൈകാര്യം ചെയ്യാനും പറ്റുമായിരുന്നു. പുള്ളി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ 2 പേരും കൈകാര്യം ചെയ്യുന്നതും അഴിച്ചുകൊണ്ട് നടക്കുന്നതും പുറത്ത് കയറിയായാലും ഞങ്ങൾ 2 പേരും കൈകാര്യം ചെയ്യുന്ന ആനയാണ്. നമ്മുടെ ഫോറസ്റ്റിൻ്റെ ആനയ്ക്ക് കെട്ടിയഴിപ്പ് പണ്ട് കാലം തൊട്ടേ ഇല്ല, അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. പിന്നെ പ്രൈവറ്റ് ആന ഇപ്പോൾ ഇന്ന് ഉത്സവം കഴിയുന്ന ഒരു പാപ്പം പോയി, പിന്നെ വേറൊരു പാപ്പം വരുന്നു. മറ്റേ നമ്മളിവിടുത്തെ ആനയെന്ന് വെച്ചാൽ കൂടെ നിന്ന് ഒരു അങ്ങനെ അവിടുത്തെ രീതി. ശരി. ചേട്ടനെ അറിയപ്പെടുന്നത് കൊടക്കുന്നി ഷാജി എന്നാണല്ലേ? അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? അതൊരു കൊടക്കുന്നിയാണെന്ന് വർക്കലയാണ്. അവരുടെ വീട്ടുപേര് കൊടക്കുന്നില്ല. അവർക്ക് ഒത്തിരി വണ്ടി കൊടക്കുന്നി വർക്കല ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് നടയറ എന്ന് പറയുന്ന സ്ഥലത്ത്. ശരി. അവിടുത്തെ ഒരു ആന ഇച്ചിരി വഴക്ക് നമ്മുടെ കോന്നി കൂട്ടി 9,000 രൂപയ്ക്ക് അന്നത്തെ കാലത്ത് ലേലം വിളിച്ചുകൊണ്ട് പോയത് നാടനാനയായിരുന്നു. അതിൻ്റെ ലാറിയെ കുത്തി അതിൻ്റെ ഒരു ഓടിപ്പോയിക്കൊണ്ട് ലാറിയിൽ അത് കുത്തി അതിൻ്റെ ഒരു കൊമ്പ് ഊരിപ്പോയി 2 കിലോ മാംസഹിതം. അത് കഴിഞ്ഞ് അവർക്ക് വലിയ പാടൊക്കെ ആയിട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേൾക്കുന്ന ആന. അത് കഴിഞ്ഞ് ഞാനൊരു 9 വർഷം ആനെ കൊണ്ടു നടന്നു. ഈ കോന്നിയിലൊക്കെ ആയിരുന്നു. 9 വർഷം കൊണ്ട് നടന്നു. അത് എല്ലാം ഇതായി കഴിഞ്ഞു. അപ്പോൾ എല്ലാം മുറിവും കഴിഞ്ഞ് ആന തടി പിടിക്കാനും ഉത്സവത്തിനും 10-90 പരിപാടി ഒരു വർഷം എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ആ പേര് കിട്ടിയതല്ലേ, കൊടക്കുന്നി ഷാജി? കൊടക്കുന്നി അവൻ്റെ അഡ്രസ് അങ്ങനെ. എന്നെ കൊല്ലത്തൊക്കെ അറിയപ്പെടുന്ന കൊടക്കുന്നി ഷാജി എന്ന് പറഞ്ഞാൽ അറിയും. കൊടക്കുന്നി ഷാജി, കൊടക്കുന്നി ആന കയറിയ ഷാജി. അത് അവരുടെ വീട്ടുകാരായി ഇപ്പോൾ എന്നെയും വിളിക്കുന്നു കൊടക്കുന്നി ഷാജി. അവരുടെ മോലാളിമാരെ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ വന്നായിരുന്നു. വേറെ കണ്ണൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു കൊച്ചുമോലാളിയുണ്ട്. മിക്കവാറും ഇവിടെ വരും, തന്നെ വിളിക്കും. അവിടുത്തെ ചേച്ചിയെല്ലാം കൂടി കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ആനക്കൂട്ടി വന്നായിരുന്നു. ഇത് ഈ നീലകണ്ഠന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അത് എപ്പോഴും വലിയൊരു സങ്കടമാണ്. പ്രതീക്ഷിക്കാതെ സംഭവിച്ച നമുക്ക് മറ്റുള്ള ആനയെക്കാട്ടിൽ ഏത് രാത്രിയിലും അഴിച്ചുകൊണ്ട് പോകാം. തീറ്റി എടുക്കണേ തന്നെ മറ്റൊരു ആനയുടെ സഹായം വേണം. നമുക്ക് തന്നെ എടുത്ത് വെപ്പിക്കാവുന്ന ഉള്ള ഒരു വർഷം വിറവെടുക്കണേലും എല്ലാം അറിയാവുന്നൊരു ആനയായതുകൊണ്ട് നമുക്ക്. പിന്നെ മതപ്പാട് സമയത്ത് അത് സ്വാഭാവികമായിട്ടല്ല ആന എങ്ങനെ ആനക്കാരെ അടുപ്പിക്കാത്ത ആനകളുണ്ട് മതപ്പാട് സമയത്ത്. അത് എല്ലാ ആനയ്ക്കും ഉണ്ടാകുന്ന ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഇതായിരുന്നു കൊണ്ട് പിന്നെ കാലിൻ്റെ ഒരു നടയുടെ ആ ചെറിയൊരു വിഷയം മാത്രം. ഈ നടയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ആനയെ നടത്തിക്കാനും പറ്റാത്തൊരവസ്ഥ. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വ്യായാമക്കുറവുകൊണ്ടാണ് ആനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിൻ്റെ അസ്ഥി എൻ്റെ അസ്ഥി പൊട്ടലുണ്ടായിരുന്നു. അത് അവിടെ വെച്ച് വരുമ്പോഴേ അത് ഇതിനടുത്ത് വലത്തെ നടയുടെ അസ്ഥി. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആനയ്ക്ക് നടക്കാനും പറ്റത്തില്ല, കാലിൽ നീര് വെക്കും. കാരണം ഇറക്കമൊക്കെ ഇറങ്ങുന്ന വലിച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിച്ചു വെക്കും അല്ലേ? അപ്പം പിന്നെ ഒത്തിരി നമ്മൾ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കാലിന് ഇത് ഉണ്ടായതുകൊണ്ട് ഒരു 5-6 റൗണ്ട് രാവിലെ നടത്തത്തുള്ളൂ. വൈകിട്ടും അതുപോലെ അത് എല്ലാവരും ഡോക്ടറോടും ഒക്കെ അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ നട പിന്നെ കയറി വീങ്ങും നട. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ് ആനയ്ക്ക്. മറ്റേ ചികിത്സ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് അസ്ഥി പൊട്ടലായിരുന്നു. ശരി. അവർക്കും അറിയാവുന്നതായിരുന്നു. അത് ഇവിടെ വെച്ചുള്ള അല്ല, അവിടുന്ന് വരുമ്പോഴേ ഇതുണ്ടായിരുന്നു. ശരി. നല്ലൊരു ആനയായിരുന്നു. എപ്പോഴും വിഷമത്തോട് മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലേ? ഉള്ളിൽ എപ്പോഴും ഒരു നീറ്റിലുണ്ടാവും. അതിൻ്റെ കാര്യം ഓർക്കുന്നു. ഞാൻ എപ്പോഴും അതിൻ്റെ കാര്യം ഓർക്കും. ശരി ഷായി ചേട്ടാ.